ഹായ് ഹായ് നമസ്കാരം. ഞാനിന്ന് കൊഞ്ച് ചമ്മന്തി പിടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഞാൻ ഒരു ഒരു മീഡിയം, അതായത് ഒത്തിരി വലുതല്ല ഒത്തിരി ചെറുതല്ലാത്ത ഒരു തേങ്ങ, ഒരു ചെറിയ കുഞ്ഞ കഷ്ണം പുളി, ഞാനൊരു 2 കുരുമുളക് വെച്ചിട്ടുണ്ട്, ഒരു 4-5 അല്ലി ചുവന്നുള്ളി, ചെറിയ മുളകാണ്, ഒരു 10-15 എണ്ണത്തിൽ കൂടുതലുണ്ട്, ഒരു ശകലം ഇഞ്ചി, കറിവേപ്പില. ഇത് നമ്മൾ തേങ്ങ വറുക്കുകയെന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം ഇട്ടു. ഉള്ളി ചെറുതായിട്ടായിരിക്കണം അരിഞ്ഞിട്ട്, കരിവേപ്പില, മുളക്, ഇഞ്ചി, കുരുമുളക് എല്ലാം തേങ്ങയുടെ ഒപ്പം തന്നെ. പക്ഷെ നമ്മളിത് ഒരു നല്ല ബ്രൗൺ കളറാകുന്നവരെ, കരിഞ്ഞു പോകാതെ നോക്കിക്കണം. നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് ഇളക്കി എല്ലാം റെഡിയാക്കുന്നത്. ഭയങ്കര മഴയാണ്, ഇപ്പം ഭയങ്കര മഴ നടന്നുകൊണ്ടിരിക്കുക. അതാണ് ഈ സൗണ്ട്, വല്ലാത്തൊരു സൗണ്ട്. ഇളക്കി ഇത് ബ്രൗൺ കളറാകുന്നവരെ നമ്മളിത് ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊഞ്ചിൻ്റെ പരിപാടി, ഉണക്കക്കൊഞ്ചാണ്. ഞാൻ കൊഞ്ചെടുത്തിട്ടുണ്ട് വറക്കാനായിട്ട്. ഞാൻ ഇത്രയും കൊഞ്ചാണ് എടുത്തത്. ഒരു 200 ഗ്രാം കൊഞ്ച്, 200 കൂടുതലുണ്ട് കൊഞ്ച്, 200 ഗ്രാം കൊഞ്ച് കൂടുതൽ. ഇതെല്ലാം ഇത് വറുത്തെടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ മുളക്, ആ തേങ്ങയും ഇതും എല്ലാം കൂടെ ചമ്മന്തിപ്പൊടിക്കുള്ള ഇതാവും. ഇത് വറുത്തെടുത്തിട്ട് വരാം. കൊഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി ചമ്മന്തിപ്പൊടി പൊടിക്കാൻ പോവാണ്. വരാം ചമ്മന്തിപ്പൊടിയും കൊണ്ട്. വേണ്ട, തീ ഓഫ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വറുത്തെടുക്കേണ്ട തേങ്ങ. ഇനി കൊഞ്ചാണ് നമുക്ക് വറുത്ത് എടുക്കേണ്ടത്. അത് ഞാനിപ്പം അതുമായിട്ട് വരാം. ഇത്രയും ഈ പരുവമാണ്, ഇതാണ് ഓക്കെ. നമുക്ക് തേങ്ങയുടെ പരുവം. ഇത് മുളകും എല്ലാം ഇതിനകത്ത് റെഡിയായിട്ടുണ്ട്. ഇനി കൊഞ്ചും കൂടെ ഇതെടുത്തിട്ട് നമുക്ക് മുളക് തനിയായിട്ട് വേണം ആദ്യം പൊടിക്കാൻ, അത് കഴിഞ്ഞ് വേണം തേങ്ങ പൊടിക്കാനായിട്ട്. ഇനി കൊഞ്ചും നമുക്ക് വറുത്തെടുക്കാം. ഓക്കെ, അങ്ങനെ എൻ്റെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അത് ഞാനൊന്നുകൂടി പറയുവാണ്. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻ്റ് ഇടണം, എല്ലാം ചെയ്യണം. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഞാൻ നോക്കിയിട്ട് നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.